നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഡാലിയ. പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കാൻ ഫ്ലൈയിംഗ് സ്ക്വാഡ്. പരിധി കഴിഞ്ഞാൽ നടപടി. തൃക്കരിപ്പൂരിലെ കവർച്ച പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. നിലപാടിലുറച്ച് INL. ഇത്തവണയും കാസർകോട്ട് ചാവേറാവാനാവില്ല. ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നും ആവശ്യം. ചുവപ്പുമായാതെ 1/4 നൂറ്റാണ്ട് കാഞ്ഞങ്ങാട്ട് ആധിപത്യമുറപ്പിക്കാൻ ഇടതുമുന്നണി. വിജയപ്രതീക്ഷയോടെ UDF. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളെ വലയ്ക്കുന്നു. പ്രതിഷേധവുമായി സംയുക്ത തൊഴിലാളി യൂണിയൻ. കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. ലഹരിക്കെതിരെ ക്യാമ്പസ് ക്യാമ്പയിനുമായി പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളുടെ ചിലവ് നിരീക്ഷിക്കാൻ ഫ്ലൈയിംഗ് സ്ക്വാഡിനെ നിയമിച്ചു. മുഖ്യ വരണാധികാരി കൂടിയായ കളക്ടർ E. ദേവദാസനാണ് സ്ക്വാഡിനെ നിയമിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കാൻ ഫ്ലൈയിംഗ് സ്ക്വാഡിനെ നിയമിച്ചു. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഉദ്യോഗസ്ഥരാണ് സ്ക്വാഡ് മേധാവികൾ. തൃക്കരിപ്പൂരിൽ വെള്ളരിക്കുണ്ട് തഹസിൽദാർ K. രവികുമാർ, കാഞ്ഞങ്ങാട് സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് YMC സുകുമാരൻ, ഉദുമ സർവേ ആൻഡ് ലാൻഡ് വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് KV തമ്പാൻ, കാസർഗോഡ് കളക്ടറേറ്റ് സ്യൂട്ട് സീനിയർ സൂപ്രണ്ട് N. ശ്രീകുമാർ, മഞ്ചേശ്വരം സ്പെഷ്യൽ തഹസിൽദാർ അലക്സ് മാത്യു എന്നിവരെയാണ് കളക്ടർ E. ദേവദാസൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് തലവന്മാരായി നിയോഗിച്ചിട്ടുള്ളത്. സ്ക്വാഡിൽ 1 പോലീസ് ഓഫീസറും 3 സിവിൽ പോലീസ് ഓഫീസർമാരും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധമായ പരാതികൾ സ്ക്വാഡിനെ അറിയിക്കാം. തൃക്കരിപ്പൂരിലെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. റിട്ടയർഡ് അഡീഷണൽ ചീഫ് എഞ്ചിനീയർ TV സുധികുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മാർച്ച് 2-നായിരുന്നു സംഭവം. തെക്കേ തൃക്കരിപ്പൂർ ഇളമ്പച്ചി മണക്കാട്ട് ക്ഷേത്ര പരിസരത്തെ TV സുധികുമാറിന്റെ വീട്ടിൽ നിന്ന് 32 പവനും 2 ഡയമണ്ട് നെക്ലസുമാണ് കവർച്ച ചെയ്തത്. കവർച്ച ചെയ്ത വീടിന്റെ പരിസരങ്ങളിൽ ജോലി ചെയ്തിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കവർച്ച നടന്ന സ്ഥലത്തെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നീലേശ്വരം CI ധനഞ്ജയ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സ്വർണം തിളക്കം കൂട്ടാൻ എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ തൃക്കരിപ്പൂർ ഭാഗത്ത് വ്യാപകമായിട്ടുണ്ട്. പയ്യന്നൂരിലെ ജ്വല്ലറികളിൽ ആഭരണം നിർമ്മിച്ച് നൽകുന്നവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും അന്യഭാഷാ തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പകൽ സമയത്ത് പ്ലാസ്റ്റിക്, ഇരുമ്പ് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന എത്തുന്ന ചിലരെയും പോലീസ് സംശയിക്കുന്നുണ്ട്. അടുത്തിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്വർണ്ണ കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കവർച്ച നടക്കുമ്പോൾ സുധികുമാറും കുടുംബവും പുറത്തായിരുന്നു. വീടിനെക്കുറിച്ച് ശരിയായ ധാരണയുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് കരുതുന്നു. ജില്ലയിൽ വിജയസാധ്യതയുള്ള സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് INL രംഗത്തെത്തി. സ്ഥിരമായി മത്സരിച്ച് പരാജയപ്പെടുന്ന കാസർഗോഡ് സീറ്റ് വേണ്ടെന്നും INL. കഴിഞ്ഞ ദിവസം CPM നേതാക്കളുമായി INL നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയ വേളയിലാണ് ജയസാധ്യതയുള്ള സീറ്റ് എന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. പാർട്ടി രൂപീകരിച്ച അന്നു മുതൽ ഇടതുമുന്നണിക്കൊപ്പമാണ് INL പ്രവർത്തിച്ചു വരുന്നത്. ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവ് NA നെല്ലിക്കുന്നിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ലീഗിൽ ചേർന്നെങ്കിലും ജില്ലയിൽ പാർട്ടിയുടെ ശക്തിക്ക് ഒട്ടും കോട്ടം വന്നിട്ടില്ല എന്നതാണ് നേതാക്കളുടെ അഭിപ്രായം. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നാണ് INLന്റെ ആവശ്യം. ഇക്കാര്യം CPM നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. നീലേശ്വരം നഗരസഭയിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും സാന്നിധ്യം അറിയിച്ച് INL ഒരുപടി മുന്നേറിയിട്ടുണ്ടെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് മണ്ഡലത്തിൽ LDFന്റെ മുന്നേറ്റത്തിന് CPM മത്സരിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് മണ്ഡലം ഒഴിച്ച് വിജയസാധ്യതയുള്ള കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ നിന്ന് 1 മണ്ഡലം INLന് വിട്ടുതരണം എന്ന ആവശ്യം INL കാസർഗോഡ് ജില്ലാ കമ്മിറ്റി INLന്റെ സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ LDFുമായി നടത്തുന്ന ചർച്ചയിൽ ഇതിനൊരു തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.
ഉദുമയിൽ 10,000-ൽ പരം വോട്ടുകൾ INL-നുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് LDF സംസ്ഥാന കമ്മിറ്റിയാണെന്നാണ് CPM നേതാക്കളുടെ അഭിപ്രായം. വരും ദിനങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായേക്കാവുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് INL-ന്റെ ഈ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചുവപ്പ് മായാതെ 1/4 നൂറ്റാണ്ട്. ആധിപത്യമുറപ്പിക്കാൻ ഇടതുമുന്നണി ഒരുങ്ങുമ്പോൾ വിജയപ്രതീക്ഷ കൈവിടാതെ ഐക്യജനാധിപത്യ മുന്നണി. കാഞ്ഞങ്ങാട്ട് എന്ത് സംഭവിക്കും? കാഞ്ഞങ്ങാട്ട് LDF സർവാധിപത്യം തുടരുമോ? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. 1/4 നൂറ്റാണ്ടുകാലമായി ചുമന്നു തൊടുത്തു നിൽക്കുന്ന മണ്ണാണ് കാഞ്ഞങ്ങാട്. ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണയും തങ്ങൾ ചെങ്കൊടി പാറിക്കുമെന്ന് LDF അവകാശപ്പെടുമ്പോൾ അട്ടിമറിയിൽ കണ്ണുനട്ടിരിക്കുകയാണ് UDF. 1987 ശേഷം ഇടതുമുന്നണിക്കൊപ്പം മാത്രം നിന്ന ചരിത്രമുള്ള ഇന്നത്തെ കാഞ്ഞങ്ങാട് മണ്ഡലം അന്ന് ഹോസ്ദുർഗ് മണ്ഡലം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഹരീഷ് B. നായരുടേതടക്കം UDF-ൽ പല പേരുകളും സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു. കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ വളരെ അഭിമാനകരമായ നിലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 സീറ്റുകൾ നേടി UDF-ന് അതിൻ്റെ രാഷ്ട്രീയമായ മേൽക്കൈ പ്രകടിപ്പിക്കാൻ ഇതിനു മുമ്പ് അവസരം ലഭിച്ചിരുന്നു. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ UDF-ന് അനുകൂലമായി അത്തരമൊരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ LDF-ൽ CPI നേതാവ് E. ചന്ദ്രശേഖരൻ തന്നെ വീണ്ടും മത്സരിക്കാനിറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 6 വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളെ മത്സരിക്കുകയും ജയിക്കുകയും വരുന്നൊരു മണ്ഡലമാണ്. ഈ കഴിഞ്ഞ തവണ ഉണ്ടായ വിജയത്തെ തുടർന്ന് അവിടെ പ്രധാനമായി നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1987-ൽ ഇടതുപക്ഷത്തെ അട്ടിമറിച്ച 59 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിലെ N. മനോഹരൻ മാഷ് ജയിച്ചിരുന്നു. 30 വർഷങ്ങൾക്കു മുമ്പുള്ള ആ അട്ടിമറിയിലാണ് UDF-ന്റെ പ്രതീക്ഷകൾ പൂക്കുന്നത്. CPI-യിലെ പള്ളിപ്രം ബാലനെയായിരുന്നു അന്ന് മനോഹരൻ മാസ്റ്റർ തോൽപ്പിച്ചത്. 1991-ൽ M. നാരായണനിലൂടെ മണ്ഡലം പിടിച്ചെടുത്ത ഇടതുപക്ഷം പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 96-ലും നാരായണൻ വിജയം കൊയ്തു. 2 വട്ടം പൂർത്തിയാക്കിയ നാരായണനെ മാറ്റിയപ്പോൾ 2001-ൽ നാരായണന്റെ സഹോദരൻ കുമാരൻ മത്സര രംഗത്തെത്തി. സ്ഥാനാർത്ഥി മാറിയിട്ടും വിജയം മാത്രം മാറിയില്ല. വിജയം പിന്നെയും LDF-നൊപ്പം നിന്നു. 2006-ൽ പള്ളിപ്രം ബാലനായിരുന്നു LDF-നു വേണ്ടി പോർക്കളത്തിലിറങ്ങിയത്. 34,939 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി തകർപ്പൻ വിജയം നേടിയ ബാലൻ ഇടതുപക്ഷത്തിന്റെ താരമായി. 2011-ലും പള്ളിപ്രം ബാലൻ വിജയം ആവർത്തിച്ചു. ഇത്തവണ ഭൂരിപക്ഷം 6,978 ആയിരുന്നു. ഹോസ്ദുർഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മണ്ഡലം 2011-ൽ കാഞ്ഞങ്ങാടായി മാറി. നീലേശ്വരം നഗരസഭയെയും ചെറുവത്തൂർ പഞ്ചായത്തിനെയും തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയും ഉദുമയിലായിരുന്ന അജാനൂരിനെ കാഞ്ഞങ്ങാടിൽ ചേർത്തുമാണ് മണ്ഡലം പുനഃക്രമീകരിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ അജാനൂർ, മടിക്കൈ, കോടോമ്പേളൂർ, കള്ളാർ, പനത്തടി, കിനാനൂർ, കരിന്തളം, ബളാൽ പഞ്ചായത്തുകളാണ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 2011-ൽ CPI-യുടെ പ്രമുഖ നേതാവ് E. ചന്ദ്രശേഖരനെയാണ് പാർട്ടി കാഞ്ഞങ്ങാട്ടേക്ക് നിയോഗിച്ചത്. 12,178 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് MC ജോസിനെയാണ് ചന്ദ്രശേഖരൻ തോൽപ്പിച്ചത്. 2 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ നിന്ന് ഇത്തവണയും പാട്ടും പാടി ജയിക്കാനാകുമെന്ന് തന്നെയാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. 5 നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി 3 നിയോജക മണ്ഡലങ്ങളിൽ LDF-ആണ് തുടർച്ചയായി വിജയിക്കുന്നത്. കാഞ്ഞങ്ങാടും ഉദുമയും തൃക്കരിപ്പൂരും. 2011-ലെ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ചെറിയ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ നേരത്തെ ഒരു 20,000-25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുന്നത് മണ്ഡലം പഞ്ചായത്തുകൾ മാറി വന്നപ്പം ഒരു 10,000-12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിക്കുന്നത്. ഉദുമ യഥാർത്ഥത്തിൽ നേരത്തെ UDF വിജയിച്ച് വന്ന മണ്ഡലമായിരുന്നു. അപ്പോൾ 91-ന് ശേഷം അവിടെ LDF-ഉം CPM-ഉം ശക്തിപ്പെട്ടു വന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി മികച്ച ഭൂരിപക്ഷത്തിന് LDF ഉദുമയിൽ ജയിക്കുകയാണ്. അപ്പോൾ ഈ 5 മണ്ഡലത്തിൽ 3 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ മുൻകൈ അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്നതല്ല.
എന്നാൽ 87-ലെ അട്ടിമറി ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമങ്ങൾക്കെതിരെ സംയുക്ത തൊഴിൽ യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ച് സംഘടിപ്പിച്ചു. തൊഴിലാളി വർഗം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണവും കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനും ഭരണാധികാരികൾക്കെതിരായ സമരം ശക്തിപ്പെടുത്തുന്നതിനുമാണ് പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാജ്യവ്യാപകമായി ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം STU സംസ്ഥാന പ്രസിഡന്റ് NA കരീം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ലക്ഷോപലക്ഷം തൊഴിലാളികൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരവുമായി ഈ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ മുമ്പിലേക്ക് വന്നിട്ട് അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ അവർ ആർക്കു വേണ്ടിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. KV കൃഷ്ണൻ അധ്യക്ഷനായി. ട്രേഡ് യൂണിയൻ നേതാക്കളായ P രാഘവൻ, AK നാരായണൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരി വിരുദ്ധ നാടകം അവതരിപ്പിച്ചു. ഗവൺമെന്റ് കോളേജിലായിരുന്നു പരിപാടി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസയുടെ നിർദ്ദേശപ്രകാരമാണ് നാടകം സംഘടിപ്പിച്ചത്. വിവിധ സ്റ്റേഷനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 11ഓളം പോലീസുകാരും പെരിയയിലെ ഓട്ടോ ഡ്രൈവറായ മോഹനുമാണ് നാടകത്തിലെ അഭിനേതാക്കൾ. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പേരിൽ വിവിധ ക്യാമ്പസുകളിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഗവൺമെന്റ് കോളേജിൽ നാടകം അവതരിപ്പിച്ചത്. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്കൊക്കെ എന്തൊരു പവർ! പെണ്ണെ കാണാൻ പോയപ്പോഴ് അവൾ ചായ ബിസ്ക്കറ്റുമായിട്ട് എൻ്റെ എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി അവൾ പറയാ, എനിക്ക് നിങ്ങളെ വേണ്ട. നിങ്ങളെല്ലാവരും എന്നെപ്പോലുള്ള കല്ലുപിടിയന്മാരെ കണ്ടാണ് ഇവിടെ നശിക്കുന്നത്. ഒരിക്കലും അത് പാടില്ല. ദൈവത്താണ് സത്യം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, ഇന്നു മുതൽ ഞാൻ കല്ല് കുടിക്കില്ല. കോസ്റ്റൽ സ്റ്റേഷൻ CI CK സുനിൽകുമാറാണ് രചനയും സംവിധാനവും കൈകാര്യം ചെയ്യുന്നത്. വിദ്യാനഗർ സ്റ്റേഷനിലെ പവിത്രൻ, ഷീബ പ്രദീപ്, AR ക്യാമ്പിലെ അജയൻ, അശോകൻ, സജിത്ത്, കോസ്റ്റൽ സ്റ്റേഷനിലെ പ്രദീപ് കുമാർ, രതീഷ് ചന്ദ്രൻ, രഞ്ജിത്ത്, മോഹൻ, രാമകൃഷ്ണൻ എന്നിവരാണ് ഈ നാടകത്തിലെ അഭിനേതാക്കൾ. 35 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ലഹരി വിരുദ്ധ നാടകം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസയുടെ നിർദ്ദേശപ്രകാരമാണ് തയ്യാറാക്കിയത്. കാലിക്കടവിൽ നിന്നും വലിയ പറമ്പിലേക്ക് 3 പാലങ്ങൾ നിർമ്മിച്ച് പുതിയ വഴിയൊരുക്കുന്നു. 3 പഞ്ചായത്തുകളെ വികസന കുതിപ്പിലേക്ക് നയിക്കുന്നതും വലിയ പറമ്പിന്റെ ടൂറിസം സാധ്യതകൾക്ക് ഉണർവേകുന്നതുമായ മലബാർ പടന്ന വലിയ പറമ്പ ടൂറിസം റോഡ് ആൻഡ് ബ്രിഡ്ജ് പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതിയുടെ തുടക്കമെന്ന നിലയിൽ പടന്ന തോട്ടുകര പാലത്തിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചു. 8,85 ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി കണക്കാക്കിയിട്ടുള്ളത്. 50 കോടി രൂപ ചെലവിൽ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ് ഹൈവേ വഴി തോട്ടുകര പടന്ന പാലം നിർമ്മാണം, കൊട്ടയന്ത റോഡ് വഴി പടന്ന ബോട്ട് ജെട്ടി വടക്കേക്കാട് പാലം, പടന്ന വടക്കേക്കാട് ബീച്ചാരക്കടവ് പാലം എന്നിവയാണ് പദ്ധതി നടപ്പിലാക്കിയാൽ യാഥാർത്ഥ്യമാവുക. പടന്ന ബോട്ട് ജെട്ടി വടക്കേക്കാട് പാലത്തിൽ 17 കോടിയും വടക്കേക്കാട് ബീച്ചാരക്കടവ് പാലത്തിന് 23 കോടിയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. PK ഹാജി സാഹിബ് പറഞ്ഞതുപോലെ ആധുനിക പഠനയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് കഴിഞ്ഞ UDF സർക്കാർ നമുക്ക് സമ്മാനമായി നൽകിയത്. പടന്ന വടക്കേക്കാട് പാലത്തിനും വടക്കേക്കാട് ബീച്ചാരക്കടവ് പാലത്തിനും 8 ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ്മെന്റ് വർക്കിനായും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെൻഡർ നടപടി കൂടി ആയതിനു ശേഷം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ നടത്താൻ വയ്യാത്ത ഒരവസ്ഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ തറക്കല്ല് ബഹുമാനപ്പെട്ട മന്ത്രി ഇടുമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ പേരിൽ അത് നടക്കൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കല്യാൺ സിൽക്സിന്റെ 23ാമത് ഷോറൂം കാസർഗോട്ട് പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരവും കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ പൃഥ്വിരാജാണ് ഉദ്ഘാടനം ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 10:30 കല്യാൺ സിൽക്സിന്റെ കാസർഗോട്ടെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. തിങ്ങി നിറഞ്ഞ ആരാധകർ ആർപ്പുവിളികളോടെയാണ് ഉദ്ഘാടകനായ നടൻ പൃഥ്വിരാജിനെ സ്വീകരിച്ചത്. Yeah.
എൻ നെല്ലിക്കുന്ന് MLA PB അബ്ദുൾ റസാഖ് MLA നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് P രമേശ് വാർഡ് കൗൺസിലർ K സന്ധ്യ ഷെട്ടി തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ആടിയും പാടിയും നൃത്തം ചവിട്ടിയും തന്റെ ആരാധകരെ കയ്യിലെടുത്താണ് നടൻ പൃഥ്വിരാജ് കാസർഗോട്ട് നിന്നും മടങ്ങിയത്. ഇനിയും കാസർഗോട്ടേക്ക് വരുമെന്ന ഉറപ്പും നൽകിയാണ് സൂപ്പർ താരം മടങ്ങിയത്. തങ്ങളുടെ പ്രിയതാരത്തെ നേരിൽ കാണാൻ വ്യാഴാഴ്ച രാവിലെ തന്നെ ആരാധകരുടെ ഒഴുക്കായിരുന്നു അനുഭവപ്പെട്ടത്. സാധാരണ ഉദ്ഘാടന സ്ഥലങ്ങളിൽ കാണാറുള്ളതുപോലെയല്ല ഇവിടുത്തെ സ്ഥിതി. ജനക്കൂട്ടം ഇളകി മറയുന്ന കാഴ്ച പൃഥ്വിരാജിനെ തന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് ഇതുപോലൊരു പൊതു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അപ്പം ഇവിടെ ഈ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഇതിനു മുമ്പ് എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വലിയ സങ്കടം ഉണ്ടായിട്ടുണ്ട്. ആരാധകരുടെ നിർബന്ധപ്രകാരം പൃഥ്വിരാജ് ആ ഗാനം ആലപിച്ചു. നന്നായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഹലോ സോറി കണ്ടില്ല. എന്നിലെ പടച്ച പെണ്ണെ മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ എന്നിലെ റൂഹിന്റെ പകുതിയല്ലേ എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ എന്നിലെ വെളിച്ചവും നീയേ മുത്തായി നീ മിന്നണമാലയല്ലേ. പാട്ടിനൊപ്പം ആരാധകർ നൃത്തം ചവിട്ടി. തന്റെ പടങ്ങളെല്ലാം ഹിറ്റാക്കുന്നതിന് പിന്നിലെ ആരാധകരെ സന്തോഷിപ്പിച്ചാണ് പൃഥ്വിരാജ് കാസർഗോട്ട് നിന്നും മടങ്ങിയത്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സമാപിച്ചു. അവർണ്ണന് അധികാരം, പീഡിതന് മോചനം എന്ന മുദ്രാവാക്യം കേരള മണ്ണിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് PDP ആണെന്ന് സീനിയർ വൈസ് ചെയർമാൻ വർക്കല രാജ് അഭിപ്രായപ്പെട്ടു. ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PDP ജില്ലാ പ്രസിഡന്റ് E അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ജാഫർ അലി ദാരിമി, മുജീബ് റഹ്മാൻ വേലായുധൻ, മുഹമ്മദ് ബെള്ളൂർ, ബഷീർ കുഞ്ചത്തൂർ എന്നിവർ പ്രസംഗിച്ചു. PCF GCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് 3 കുടുംബങ്ങളെ ദത്തെടുത്തു. ഇതിന്റെ ഉദ്ഘാടനവും വർക്കല രാജ് നിർവഹിച്ചു. യൂനിസ് തളങ്കര, ഗോപി കുതിരക്കൽ, അബ്ദുൾ റഹ്മാൻ പുത്തികെ, മുഹമ്മദ് സഖാഫ് തങ്ങൾ, മുഹമ്മദ് കുഞ്ഞി മൗവൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. സാമ്പത്തിക ബാങ്കിംഗ് സാക്ഷരത വിഷയമാക്കി കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കോയിത്തട്ടയിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ദുബാല ഉദ്ഘാടനം ചെയ്തു. കോയിത്തട്ടയിലെ കുടുംബശ്രീ ഹാളിലാണ് സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പ് നടന്നത്. സാധാരണക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിലും ബാങ്കിങ്ങിലും അവബോധമുണ്ടാക്കാൻ ഇത്തരം ക്യാമ്പുകൾ സഹായകരമാകുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ വിധുപാല പറഞ്ഞു. തിരുവനന്തപുരം RBI അസിസ്റ്റന്റ് മാനേജർ മുഹമ്മദ് സാജിദ്, ലീഡ് ബാങ്ക് മാനേജർ അരവിന്ദാക്ഷൻ, ജ്യോതിഷ് ജഗന്നാഥ്, യശോദ, KJ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മടിക്കൈ ചെഗുവേര ആതിഥ്യമരുളുന്ന ഉത്തരമേഖല കമ്പവലി മത്സരം ഏപ്രിൽ 3 നടക്കും. മടിക്കൈ തീയർപ്പാലം ദയചികിത്സാ നിധിയുടെ ധനശേഖരണാർത്ഥമാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. മടിക്കൈ തീയർപ്പാലം ദയാ ചികിത്സാ നിധിയുടെ ധനശേഖരണാർത്ഥമാണ് കമ്പോലി മത്സരം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 3 തീയർപ്പാലത്ത് വെച്ചാണ് മത്സരം നടക്കുന്നത്. വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 10,000 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനമായി 7,000 രൂപയും ട്രോഫിയും, മൂന്നാം സമ്മാനമായി 5,000 രൂപയും ട്രോഫിയും, നാലാം സമ്മാനമായി 3,000 രൂപയും ട്രോഫിയും നൽകും. ഏപ്രിൽ 3 ഞായറാഴ്ച വൈകുന്നേരം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, കായിക രംഗത്തെ വിവിധ പ്രമുഖർ പങ്കെടുക്കും. മത്സരത്തിന് മുന്നോടിയായുള്ള ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. റിട്ടയർഡ് പ്രിൻസിപ്പൽ നാരായണൻ മാസ്റ്റർ, T ഭാസ്കരൻ തണ്ടാര, വാസുദേവൻ മധുരക്കാട് എന്നിവരിൽ നിന്നും പ്രസിഡന്റ് T കൃഷ്ണൻ തണ്ടാര ഏറ്റുവാങ്ങി. K കൃഷ്ണൻ, CPIM അമ്പലത്തുകര ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞിരാമൻ, രതീഷ് KK തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു കോളേജിന്റെ ആഭിമുഖ്യത്തിൽ എഴുത്തകം സാഹിത്യ ക്യാമ്പ് നടന്നു. പടന്നക്കാട് നെഹ്റു കോളേജിൽ നടന്ന ക്യാമ്പ് എഴുത്തുകാരൻ KS ഭഗവാൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ONV നഗറിൽ നടന്ന എഴുത്തകം സാഹിത്യ ക്യാമ്പ് പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ KS ഭഗവാൻ ഉദ്ഘാടനം ചെയ്തു.
The name of the story is Bhagavan's Death. I have translated it as in Kannada, Bhagavan Ramarana. And the translation of Meera, the English version, is interlined. It is available in all. I have translated it to Kannada as Bhagavan Ramarana. ക്യാമ്പസ് മാഗസിൻ പറയേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രശസ്ത എഴുത്തുകാരൻ KEN-ഉം കവിതയും കലാലയവും എന്ന വിഷയത്തെ ആസ്പദമാക്കി CN വിനയചന്ദ്രനും ക്ലാസ് എടുത്തു. ക്യാമ്പ് ഡയറക്ടർ RK സതീഷ് ക്യാമ്പിനെക്കുറിച്ച് വിശദീകരണം നടത്തി. തുടർന്ന് നടന്ന എഡിറ്റേഴ്സ് മീറ്റിൽ മുൻകാല മാഗസിൻ എഡിറ്റർമാർ സംബന്ധിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീരാഗ് P അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KV പുഷ്പജ ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ PVK പനയാൽ, V കരുണാകരൻ, VV പുരുഷോത്തമൻ, ഡോക്ടർ K സുരേഷ് കുമാർ, ഡോക്ടർ A അശോകൻ, നവനീത് M, ഡോക്ടർ മുരളീധരൻ, രാഹുൽ K എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കാൻ ഫ്ലൈയിംഗ് സ്ക്വാഡ്, പരിധി കഴിഞ്ഞാൽ നടപടി. തൃക്കരിപ്പൂരിലെ കവർച്ച, പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. നിലപാടിലുറച്ച് INL, ഇത്തവണയും കാസർകോട്ട് ചാവേറാവാനാവില്ല, ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നും ആവശ്യം. ചുവപ്പുമായാതെ 1/4 നൂറ്റാണ്ട് കാഞ്ഞങ്ങാട്ട് ആധിപത്യമുറപ്പിക്കാൻ ഇടതുമുന്നണി, വിജയപ്രതീക്ഷയോടെ UDF. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളെ വലയ്ക്കുന്നു, പ്രതിഷേധവുമായി സംയുക്ത തൊഴിലാളി യൂണിയൻ, കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. ലഹരിക്കെതിരെ ക്യാമ്പസ് ക്യാമ്പയിനുമായി പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.